പുലികളെ മാതിരിയാണിത്. ഇതിപ്പോ നമ്മള് യൂട്യൂബിലൊക്കെ പല ആൾക്കാരും തായിഫില് ഒരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാണ്ട് തെരഞ്ഞു. തായിഫിന്ന് എത്രങ്ങാനും പോരണമെന്നോ. തായിഫിന്ന് 40 മിനിറ്റ് യാത്ര ചെയ്യണം. 40 മിനിറ്റ് ഗൂഗിൾ അമ്മച്ചി പറയുന്നത് 40 മിനിറ്റ് 45 കിലോമീറ്റർ ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 40 മിനിറ്റിന്റെ ഒക്കെ മേലെയായി ഇപ്പൊ നമ്മള് പോരൽ തുടങ്ങിയിട്ട്. ഇനിയും നമ്മള് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടില്ല. എന്നാലും ഇവിടെ എത്തി നോക്കുമ്പോ കള്ളിമുൾച്ചെടിന്റെ ഒരു ലോകം ആ കാണുന്നത് മുഴുവൻ അതാണ്. ഈ മലന്റെ നെറുകിൽ കൂടെ കാണുന്ന മുഴുവൻ അതാണ്, ആ കള്ളിമുൾച്ചെടിയാണ്. അവിടെയൊക്കെ പോയാണ് ആൾക്കാർ ഇത് ചോര ചെറിയ ചെറിയ വീടുകളല്ലേ, കോളനി ചെന്ന മാതിരി. തായിഫ് കോളനി അവിടെയൊക്കെയാണ് ഇത്തിരി ഇവിടെയൊക്കെ ചെടികള്. അവിടെയൊക്കെ പൈത്തിക്കണ കായ് പൈത്തല്ല, അത് പച്ചയാണ്, മറ്റേ ഇളം പച്ച. അതിന്റെ ഇതാണ് ഇതേ ഇവിടെ ആൾക്കാരുണ്ട്, കുറച്ച് സമയക്കൂല ഒരു തഗ്ഗാണ്. നമുക്ക് കാണാനാണ്, നമ്മൾ പറിച്ചൊന്നുമില്ല. പക്ഷെ അതൊക്കെ ഉണ്ടാകണുള്ളൂ, പഴുത്തിട്ടൊന്നുമില്ല. റോട്ടും പക്കത്ത് കൂടെ ഒക്കെ ഇത് സംഭവം തമിഴ്നാട്ടിൽ കൂടെ ചെന്ന മാതിരി ആയിട്ടോ. ഒരു വീട് വെച്ച് അള്ളാഹുറപ്പേ, ഇത് എവിടെയാണ് ലൊക്കേഷൻ? നമ്മള് ലൊക്കേഷനിക്ക് എത്തുന്നില്ല. ലൊക്കേഷൻ അങ്ങോട്ട് പോവാ. 4 മിനിറ്റ് 2 കിലോമീറ്റർ ഉള്ളു ലൊക്കേഷൻ. അങ്ങോട്ട് ഇങ്ങനെ പോണത്. അവസാനം വന്നപ്പോ ഇപ്പൊ എവിടെ എത്തി റബ്ബേ? ഇത് വെള്ളം തന്നെ അല്ല. ഞാൻ അവിടുന്ന് ചാടുക, തിരിച്ചു പോകാനുള്ള ലൊക്കേഷൻ ഉണ്ടാ നമുക്ക്. വെള്ളച്ചാട്ടത്തിലെത്തി. റോട്ടുമ്മലൊക്കെ വെള്ളമുണ്ട്, റോട്ടുമ്മ വെള്ളമുണ്ട്. വെള്ളച്ചാട്ടം ഇവിടെ എവിടെയോ വെള്ളച്ചാട്ടം കേട്ടോ. ഇവിടെയൊക്കെ നടക്കുന്ന വെള്ളം, റോട്ടുമ്മ കൂടെ ഒക്കെ വെള്ളമുണ്ട്. നമ്മളെ നാട്ടിൽ കൂടെ ചെന്ന മാതിരി വെള്ളം കൊണ്ട് പുല്ലുണ്ടായി. എന്താ പുല്ലൊക്കെ ഇങ്ങനെ വളർന്നിക്കണ സൗദി അറേബ്യയിൽ. അപ്പൊ ഈ പുല്ലൊക്കെ എപ്പോഴും വളർന്നിക്കണം. പക്ഷെ ഇവിടെ ഒരു ബാക്കാലതാ, തുറന്നിട്ടില്ല. എന്തേ നോമ്പല്ലേ കളിന്ന് ഇപ്പൊ എന്താണ്ട് വക്കാലുണ്ട് കാണ്ട്. ഇപ്പൊ എന്തോ സാധനം വാങ്ങണം എന്നറിയണതാ. പോയാ കേട്ടോ. അപ്പൊ സംഭവം നമ്മള് ഓട്ടുമലൊക്കെ വെള്ളം ഉണ്ടെങ്കിലും ചാട്ടല്ല, വെള്ളമുണ്ട്. ചാട്ടം ഇപ്പൊ ഇല്ലാന്നാണ് ആ വക്കാലിന്ന്. ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ, വെള്ളച്ചാട്ടല്ല എന്നാണ് ആ ബക്കാലിത്തെ പാകിസ്ഥാനി പറഞ്ഞത്. അല്ല, വെള്ളം കണ്ടോളി, ഇതന്നെ ഉള്ളു ഇവിടെ ഉള്ള വെള്ളം കേട്ടോ. ചാട്ടം ഉണ്ടാകാനുള്ള സംവിധാനം ഇല്ലല്ലോ. ഓല ചാട്ടം പ്രതീക്ഷിച്ചു വന്നാണ്, ഓല ചാട്ടം പാടിക്കണേ. അപ്പൊ നമ്മള് നിങ്ങള് ചെല്ലടാ എന്നുള്ളതാ. പക്ഷെ നമ്മക്ക് അറിയടാ വെള്ളമില്ലാന്നുള്ളത്, നമുക്ക് വിവരം കിട്ടിയിക്കണ്. ഞങ്ങൾ എന്നാലും ആ വെള്ളം ചാടിയ സ്ഥലം ഒന്ന് കാണാലോ എന്ന് പോവാണ്. അതിന് പോവുകയാണ്, വെള്ളം ചാടിയ സ്ഥലം കാണാൻ. മണ്ടാലും കൂടി ഉപയോഗിക്കൂല അവിടുന്ന്. ഇയാളെ നാവെങ്ങാനും വലിച്ച് ഒരു പെരുമഴ പെയ്ത് മഴയൊന്നും വെച്ചില്ല, മഴ വെച്ചാലുള്ള സംവിധാനം ഒന്നും. ഏതായാലും ഒരു കാട്ടിക്കൂടെ അങ്ങനെ പോവുകയാണ് നമ്മള്. അതുകൊണ്ട് കാക്കാന്റെ വക ജ്യൂസ് കിട്ടി. കാക്ക ഐഡിയപരമായിട്ട് അവിടുന്ന് കഴിച്ചില്ല നോക്കി, പക്ഷെ നമ്മള് സമ്മതിച്ചില്ല. ഇതാണ് സംഭവം. ഇവിടെ വെള്ളം ഉണ്ട് കേട്ടോ. ആക്കണ് വെള്ളം ചാടി. കാക്ക നെറ്റ് ഓണല്ല, കാർഡ് എടുക്കൂല, എന്തൊക്കെ ഐഡിയ കാട്ടിന്നപ്പോ അവിടുന്ന് ഒരു 10 റിയാൽ കൊടുക്കാൻ മടിച്ചങ്ങാണ്ട് ആ കല്ല അതിന്റെ മുകളിൽ കൊയിഞ്ഞാടി എന്തിനൊന്നുമില്ലേ. ചാടൂലേക്കൂലേ, നിക്കണം നിർത്തം നോക്കിയാണി. ആരോ ഫോളോ ചെയ്യണ്ടോ? നമ്മളെ ഫോളോ ചെയ്തിട്ട് ബാക്ക് വരിക. ഒരു വണ്ടി തന്നെയുണ്ട്, അത്രേ ഉള്ളൂ. അതൊക്കെയാ റോഡ്, സൂപ്പർ റോഡ്. സംഭവം കാണാൻ രസമുള്ള ഏരിയ. 2 സൈഡും മല അല്ലെ, 2 സൈഡിലും മല. റിസോർട്ട് നടുകൂടെ വഴി. റിസോർട്ട് ഉണ്ടാക്കിയില്ലേ ഇവിടെയൊക്കെ നിങ്ങൾ പറഞ്ഞ മാതിരി ഈ മലമ്പ കൂടെ ഒക്കെ പറങ്കൂച്ചണ വെച്ചിട്ടാലേ അണ്ടി ഉണ്ടാവുന്നല്ലോ. നല്ല തണുപ്പുള്ള ഏരിയയാണ്. അണ്ടി ഉണങ്ങുമോ തണുപ്പുകൊണ്ട്? വെയിലും ഉണ്ട്, അണ്ടി ഉണങ്ങണൊക്കെ ഉണങ്ങിക്കോളും. ഇതിങ്ങനെ ലൊക്കേഷൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണ്ടോ? എത്തണില്ല ലൊക്കേഷൻക്ക് അങ്ങോട്ട്. പറയണ്ട ആളെ വെള്ളമില്ല, പോണ്ടാന്ന്. അതിന് സംവിധാനിച്ചാലേ
നമ്മള് യൂട്യൂബില് വീഡിയോ ഉണ്ട് നമ്മളതിന് ലൊക്കേഷന് അവിടെ വെള്ളം ഉണ്ടോ ഇല്ല ഇല്ലാന്ന് ചോദിച്ചേ. ആ വെള്ളം ചാണ സ്ഥലം എവിടെന്നാ ചോദിച്ചേ ലൊക്കേഷനോട്. അതാണ് ലൊക്കേഷൻ അമ്മച്ചിനോട് ചോദിച്ചേ. അമ്മച്ചി പറണ്ടേ ഇപ്പൊ ലൊക്കേഷൻ നിങ്ങളിപ്പോ മാണ്ടിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളിപ്പോ പാകിസ്ഥാനോട് ചോദിച്ചപ്പോ പറഞ്ഞല്ലോ നിങ്ങളിപ്പോ പോയിട്ട് കാര്യമില്ല, അവിടെ വെള്ളമല്ല, കംപ്ലീറ്റ് നിന്നു. അതേമാതിരി അമ്മച്ചിക്കും പറയാലോ അല്ലെ. അതെത്തത് 13 മിനിറ്റോ ഇപ്പൊ 2-3 മിനിറ്റ് തിരിഞ്ഞു പോയി. നിങ്ങൾ ഇങ്ങോട്ട് തന്നെ അവിടെ എവിടെയോ ആണ്, നിങ്ങൾ തിരിഞ്ഞു പോയി. അതന്നെ ഞാൻ പറഞ്ഞത്. ഇത് പണ്ടൊരു ആള് പറഞ്ഞ മാതിരിയേ ഇത് ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട് ഇനി തൽക്കാലം നിങ്ങൾ അവസാനം ഓഫ് റോഡിക്ക് കേറിയിട്ട് നമ്മള് മെയിൻ റൂട്ട് വന്ന് ഇറങ്ങി ഓഫ് റോഡിക്ക് കേറിയിട്ട് ഇതിലാണ് പോയി നോക്കുക. ഞങ്ങളെ ഡ്രൈവർ എല്ലാത്തിനും മറ്റേ ഡ്രൈവറാ. ഡ്രൈവർ സ്പൾബർ നല്ല ഡ്രൈവറാണ്. തന്നെ വെള്ളച്ചാട്ടം ഇവിടെ ടാങ്കിൽ നിന്ന് വെള്ളം ചാടും. അതിനാണ് വെള്ളച്ചാട്ടം. ഇവിടെ വെള്ളച്ചാട്ടം ഇത് എന്തൊരു കഷ്ടകാലം. എവിടെയാണ് സൈക്കിൾ കാണിച്ചെടുക്ക്. അത് ദായിക്ക് വന്ന് പൈക കണ്ടില്ലാറില്ല. വന്നിട്ട് പൈക്കളെ കണ്ടില്ലാറുണ്ട്. അതിലാണ് പോണം, കൊറേ പോണം. ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മള് വണ്ടി. നടന്നുണ്ടേ. പക്ഷെ എത്ര നമ്മള് വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് കാര്യം വെള്ളമില്ലാന്നല്ലേ പറഞ്ഞത്. അവിടെ കൊറേ പൈക്കളും ഒട്ടക്കും ചങ്ങായി ചങ്ങായി ചോദിച്ചു. അവസാനം നമ്മള് വെള്ളച്ചാട്ടം തെരഞ്ഞു വന്നുകാണ്ട് ഒരു ഫാമിലാ വന്ന് പെട്ട്. ഇവിടെ ആകുമ്പോ നിറച്ച് ഒട്ടകത്തിന്റെ കുട്ടികളും കേറി വണ്ടി കേറി കാക്ക. ചെറിയ ഒട്ടക കുട്ടികള് 2 എണ്ണം ഇതാക്കണ്. പിന്നെ ഇവിടെ 2-3 എണ്ണം ഇവിടെ ആക്കണ്. 2-3 കുട്ടികള് ഇവിടെ ഉണ്ട്. ചെറിയ ചെറിയ ഒട്ടക കുട്ടികളാണ്. നല്ല രസം കാണാൻ. അവിടെ ഒരു ഫാം ഉണ്ട്. ഞങ്ങൾ വെള്ളച്ചാട്ടം തെരഞ്ഞു വന്ന് 5 എണ്ണം ഒട്ടക കുട്ടികൾ എത്രങ്ങാനുല്ലേ. ഞങ്ങളെ ഒരു വെള്ളച്ചാട്ടം തേടി പോകുന്നതാണ്. അത് കിട്ടില്ല എന്നുള്ളത് മാത്രല്ല, ഏതോ ഒരു ഒട്ടകം നമ്മളെ മുന്നിൽ വന്ന് നിൽക്കണം. ഇതാണ് തള്ളച്ചി ഒട്ടകം ഇവിടെ ഉണ്ട്. അമ്മച്ചി ഒട്ടകം ഇതാണ്ടോ. ഒട്ടക കുട്ടികളുടെ ഓട്ട മത്സരമുണ്ട്. ഇതാണ് ഒട്ടകങ്ങൾ വരിയായി എന്നാണ് ആ പാട്ടിൽ പറയുന്ന ആ ഒട്ടകങ്ങൾ. ഇനിയിപ്പോ നമ്മളെ വെള്ളച്ചാട്ടം സംഭവമല്ല. വെള്ളച്ചാട്ടം ആരും പ്രതീക്ഷിക്കണ്ട. വെള്ളം കഴിഞ്ഞിരിക്കണെന്നാണ് ഇവിടുന്ന് കിട്ടിയ വിവരം. പക്ഷെ വെള്ളം കഴിഞ്ഞാലും നമുക്ക് വെള്ളം ചാടിയ സ്ഥലം ചിലപ്പോ ഒന്ന് കാണാൻ പറ്റുമോ നോക്കാം. പറമ്പ് കണ്ടിട്ട് കുറെ. അത് പറഞ്ഞത് ശരിയാ. ഏതായാലും പോയോക്കാം ഉണ്ടോ നോക്കാം. ഇതിപ്പോ രണ്ടാമത്തതും പാളി നമ്മളത്. ഓക്കെ, ആദ്യത്തെ കേബിൾ കാർ പാളി, രണ്ടാമത്തെ വാട്ടർഫാളും പാളി. പാളലും പാറലും ഒക്കെ പാടെ. അമ്മച്ചി പറഞ്ഞ ലൊക്കേഷനും ശരിയല്ല. കാരണം ലൊക്കേഷൻ ഞങ്ങളിപ്പോ ഏതോ ഒരു ഗുദാമിലാണ് നിൽക്കുന്നത്. ഞങ്ങളോട് അമ്മച്ചി പറയുന്ന സ്ഥലം നോക്കിയാൽ ചോദിച്ചു പോവാൻ ചോദിച്ചാനും ആരുമില്ല. ഇതിലങ്ങട്ട് ഈ കാട്ടിന്റെ നടുക്ക്, ഈ മരുഭൂമിന്റെ നടുക്ക്, മരുഭൂമി എന്നും പറയാൻ പറ്റില്ല. ആരെങ്കിലും 4 ആള് തന്നെ നിങ്ങൾ ഇവിടുന്ന് ആട് നോക്കി പോകണ്ട പെട്ട്. നിങ്ങളെ നാട്ടിക്ക് തിരിച്ചു ആട് ജീവിതത്തോ ജീവമായി മാറും. ഇതൊക്കെ എന്ന് പറഞ്ഞാലേ ജീവിതത്തിൽ കാണേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. സൗദി അറേബ്യയിൽ ഒരു കൊള്ളസംഘം വന്നാലേ നമ്മളെ വണ്ടി പിടിച്ചെടുക്കും, നമ്മളെയും പിടിച്ചെടുക്കും. എന്നിട്ട് തിരിച്ചാണ് പറഞ്ഞ മാതിരി വെള്ളച്ചാട്ടം പാളിക്കണ് മക്കളെ. നമ്മളെ ഇൻഷാ അല്ലാ വെള്ളം ഇല്ല എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ 2-3 ആൾക്കാരോട് ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞ ഒന്നാ മുന്നിൽ പോയിക്കോളി, ഒന്നുകൂടെ മുന്നിൽ പോയി നോക്കി. അപ്പൊ വെള്ളം ഇനി മഴ ചെയ്തിട്ട് വേണമല്ലോ. മഴക്കാലം ഇപ്പൊ വേനൽക്കാലല്ലേ. ഏപ്രിൽ മാർച്ച് അല്ലേ. ഏപ്രിൽ മെയ് ഒക്കെ ഇനി വേനലാണ്. നമ്മളെ നാട്ടിലൊക്കെ സ്കൂളൊക്കെ പൂട്ടി കുട്ടികൾക്കൊക്കെ വേനലവധിയാണല്ലോ. പിന്നെ അവരെ പറ്റി അപ്പൊ സംഭവം ഇതും പാളി. ഇനി നമ്മള് തിരിച്ചു പോവുകയാണ്. പാളിയതല്ല ഇത് സംഭവം വെള്ളമല്ല. അതുകൊണ്ടാണ് ഒന്നാമത് നമ്മൾ റിസ്ക് എടുക്കാത്തത് കൊണ്ടാണ്. നമ്മളോട് കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞ നിങ്ങൾ പോയിട്ട് കാര്യമൊന്നുമില്ല, വെള്ളമല്ല, പിന്നെ കുറച്ച് നടക്കും വേണമെന്നാ പറഞ്ഞത്. ഈ മലന്റെ നിറു കൂടെ എവിടെയാ. കാരണം നമ്മളോട് അമ്മച്ചി പറയുന്ന ലൊക്കേഷൻ ഇവിടം വരെ കാറ് പോലുള്ളൂ എന്നാ പറയണത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നടന്നു പോകണം. ആ ചോന്ത പുള്ളി കാണുന്നിടത്താണ് ലൊക്കേഷൻ. അത് ഇതിലെങ്ങനെ അങ്ങോട്ട് എങ്ങോട്ടോ ആണ്. ഇതിലങ്ങനെ പോയിട്ട് അങ്ങോട്ടോ ആണ്. നല്ല കാറ്റാ. ഇപ്പൊ നമുക്ക് സൂര്യന് എതിരായി അതുണ്ടായത്. നമ്മളെ
സൂര്യൻ നമുക്ക് എതിരാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോകളൊക്കെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. ഓക്കെ, പാറയൊക്കെ നല്ല ചൊറുക്കുള്ള പാറകൾ. കല്ല് ഓരോന്നോരോന്ന് കൊണ്ടുവച്ചാ മതി. അപ്പൊ നമ്മള് എന്താണ് ഈ വീഡിയോകൾ ഇവിടെ അവസാനിപ്പിക്കും കേട്ടോ. നമ്മളൊരു വീഡിയോ ഈ കല്ലൊക്കെ നിക്കണൊക്കെയാണ് ആ അതിന്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി. ഈ പാറയൊക്കെ ഈ പാറ ഇയാളെ തല ഒരേ മതി. കണ്ടോ കല്ലുകളൊക്കെ ഓരോന്നും അങ്ങനെ അടുക്കി വെച്ച മാതിരിയാണ് പ്രളയത്തിന് വന്നതാണോ ഇത്? എല്ലാ കല്ലുകളും മക്കയിൽ ഇവിടെ എങ്ങനെ എനിക്കറിയില്ല. ഉരുളങ്കല്ലുകൾ മാത്രമുള്ള ഒരു കാലത്ത് പ്രളയം വന്നില്ലേ, കപ്പലിൽ നിന്ന് മേലെ കയറില്ല ഇതില്, അതിലൊന്ന് അടഞ്ഞുകൂടി കല്ലാണ് അതൊക്കെ. അങ്ങനെ ഉണ്ടോ? ചരിത്രത്തിന്റെ ഏടുകളിൽ അങ്ങനെയാണ് എഴുതി കാണിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാ പോവാ നമ്മളേ നമുക്ക് 8 മണിയാകുമ്പോഴത്തേന് നാട്ടിലേക്ക് തിരിച്ചെത്തും വേണം. അങ്ങനെയുണ്ട്. അപ്പൊ ഏതായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത എന്തെങ്കിലും വീഡിയോ കിട്ടുകയാണെങ്കിൽ, ഇനി നമുക്ക് പ്രത്യേകിച്ച് ലൊക്കേഷൻ ഇല്ല, ഇനി അടുത്ത എന്തെങ്കിലും ലൊക്കേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണി സപ്പോർട്ട് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് ചെയ്യ്, കമൻറ്റ് ചെയ്യ്. അതോടൊപ്പം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്യ്. ഓക്കെ, ബൈ, താങ്ക് യു. ഓക്കെ, അതെ, ആ സാധനം കൂടിയാണ്. നമ്മൾ 2 ഡെസ്റ്റിനേഷൻ നമുക്ക് പാളി. ഒന്ന് നമ്മളെ കംപ്ലീറ്റ് പേവാണ്, കേബിൾ കാറും പാളി, താക്ക് പേവ് എല്ലാം ഉണ്ട്, പിന്നെ വാക്ക് പേവ്, അതേപോലെ നമ്മളെ വാട്ടർഫാൾസും പാളി. പക്ഷെ നമ്മൾ അപ്രതീക്ഷിതമായി നമുക്ക് മറ്റൊന്ന് കിട്ടി. തായിഫിലെ പ്രശസ്തമായ ഒരു റോസ് ഫാമാണ്. പ്രശസ്തമായത് നല്ല റോസ് ഫാമാണിത്, ഫാമിംഗ് ആണ്. അതായത് റോസ് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോസ് ചെടി വളർത്തിയിട്ട് റോസ് വാട്ടറിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്ന റോസാണത്. ഇതാണോ, അത് റോസ് ഫാമിംഗ് ആണ്. റോസ് ഇതൊക്കെ മുല്ലത്ത് നാളെ രാവിലേക്കൊക്കെ ഒക്കെ വിരിയും, കുറച്ച് കൊണ്ടുപോകും, എന്നിട്ട് അവർ റോസ് വാട്ടർ ഉണ്ടാക്കും. അതിനുള്ള റോസിന്റെ തോട്ടം. ഇതൊക്കെ വിരിയാള. ഇതാ മുട്ടല്ലേ, എത്രങ്ങോനും മുട്ടകള്. അതുകൊണ്ടാ ചെടി, അത് രാവിലെയാണ് ഇതിന്റെ ചെടി. ഒന്നും തൊടരുത് കേട്ടോ, തൊടൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മള് റോസ് ഇതാ വിരുദ്ധൊക്കെ ഒഴിവാക്കിയ പൂവാണ്. അങ്ങനെ ഉണ്ടോ. എന്നിട്ട് രാവിലെ അത് പറിക്കും. എന്നിട്ട് അവർക്ക് ഇവിടെ എവിടെയെങ്കിലും ഇതിന്റെ ഇത് റോസ് വാട്ടർ ചെയ്യണ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവർക്ക് ഇവിടെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അടുത്ത് തന്നെ. അതല്ലെങ്കിൽ പറിച്ച് കണ്ടുപിടുന്ന എവിടെയെങ്കിലും കൊണ്ടുപോകും. ഇത് കണ്ടോ, അങ്ങനെ വിശാലമായ കുറച്ചുള്ളൂ, എന്നിരുന്നാലും കാണാനൊരു രസം. ഇത് രാവിലെയാണ് പൂവുണ്ടാവുള്ളൂ. റോസ് ചെടിമേലൊക്കെ രാവിലെ അല്ലേ പൂവിടുക, അല്ലാതെ ഇപ്പൊ പൂവുണ്ടാവുമോ കാക്ക? ഞങ്ങളെ കഥ ഇത് കുറെ പൂവിൽ പറിക്കാതെ ഒഴിവാക്കി പോണതാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ ആ കാണുന്ന സാധനം ഉറുമാമ്പഴത്തിന്റെ മരമാണ്, റുമ്മാൻ പഴം. അത് ഇതിൽപ്പെട്ട റോസല്ല, ഇത് മറ്റേ നമ്മളെ ഓണച്ചെടി, നാട്ടിലത്തെ ഓണച്ചെടി ഇല്ല, അതിന്റെ വേറൊരു വെറൈറ്റിയാണ്. എന്തെങ്കിലും പറയണ തൊള്ളി തോന്നിയത് പറയാം. ഈ ഞാളുടെ പറഞ്ഞിക്കണ മാണ്ടാത്ത് പറയരുത്. ഗിൽഫാറാണോ എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ ഈ കാണുന്ന സാധനമാണ് ഉറുമാമ്പഴം. പൂത്തിക്കാണ്, കായ്ച്ചിട്ടില്ല. ഇതൊക്കെ പൂവിട്ടുകൊണ്ടിരിക്കുകയാണ്, കായ വരുന്നുള്ളൂ. ഇവിടെ വേറെന്തോ ഒരു ചെടിയുണ്ട്. ഇതെന്താ സാധനം, ഇതെന്താണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ ഉടമക്കാരോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ഇത് ബദാമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ കാക്ക? ഇതെന്താന്ന് അറിയാമെങ്കിൽ ബദാമും കണ്ടിരിക്കണം നിങ്ങൾ. ഇതാണ് ബദാമാണ്. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇത് ബദാമിൻ്റെ ഇത് തന്നെയാണ് തോന്നുന്നത്. അതല്ലെങ്കിൽ അറിയുന്ന ആൾക്കാർ ഇതെന്താണെന്ന് കമൻറ്റ് ചെയ്താലും മതി. ഓക്കെ, ബദാം ആവാനാണ് സാധ്യത. ഓക്കെ, ഇത് ഉറുമാമ്പഴം. ഇതൊക്കെ ഉറുമാമ്പഴം. അതെന്താ മരം എന്നൊരു ഐഡിയ ഇല്ല. അത് വേറെന്തോന്നാണ്. ഇത് റോസ്.
റോസ് 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 ചെടി. ഇത് ബദാമാണോന്ന് ചെക്ക് ചെയ്യാൻ, ഉണങ്ങിയതൊന്നും കാണാനില്ല. പിന്നെ പറിക്കണത് മോശമല്ലേ. ഉമ്മാനെ അങ്ങനെ കണ്ടപ്പോ ഇവിടെ അങ്ങനെ വെറുതെ സൈഡാക്കിങ്ങാണ്ട് റോസിൽ നിന്നും തേൻ ശേഖരിക്കുന്ന ഒരു വണ്ട്, ഒരു കടന്നല്. ഇത് ബദാമിന്റെ മരം തന്നെയാണ്, ഉണങ്ങിപ്പോയതാണ്. ഇത് തക്കയിൽ പെട്ടതാണ്. ഇതിലൊന്നും കായില്ല. ആ കായുണ്ട്, മുകളിൽ കൂടെ ഒക്കെ കായുണ്ട്. ഇതൊക്കെ ഉറുമാമ്പഴത്തിന്റെ മരം കേട്ടോ. ഉറുമാമ്പഴം ആണ്. പിന്നെ നമ്മൾ വെള്ളച്ചാട്ടം തെരഞ്ഞു പോയിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട്. വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട്. ഇതാണ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട്. ആരെങ്കിലൊക്കെ ചീത്ത അറിയാവോ എന്ത് സംഭവം? ടാങ്ക് വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട്. സംഭവം എത്രങ്ങാനും ഹൈറ്റ് വെള്ളം ചാടുന്നു. ടാങ്കാണ്. ആ കിണറായി മാരി ഇതാക്കിട്ടേക്കാണ്. ഇതിന്ന് വെള്ളം അടിച്ചാണേ, നനക്കാനേ, അതൊക്കെ നനക്കാനുള്ളതാണ് മതി. അങ്ങനെ നമ്മള് തായ്ഫിന്ന് പീട പറയണം, പോവുകയാണ് ഞങ്ങൾ. ആ ഇവിടെ എന്താ ഗ്രൗണ്ടോ? ഇവിടെ ഒരു ഗ്രൗണ്ട് മാറി ഉണ്ട്. ആരൊക്കെ കണ്ടാണ്ട് ചീത്ത അറിയാവോ? ഇതാണ് ഉറുമാമ്പഴം. അവിടെ ഒന്നുമില്ല. അത് ഉറുമാമ്പഴത്തിന്റെ ഒരു തോട്ടം തന്നെ ഉണ്ട് അവിടെ. ഈ മരം എന്ത് മരാന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഉറുമാമ്പഴം കായൊന്നുമില്ല, പൂവിടണുള്ളല്ലോ. ഏതായാലും നമ്മളേ വിട പറയണം ഇവിടുന്ന് കേട്ടോ. എല്ലാവരും വീഡിയോഗ്രാഫർമാരാ. അവിടെ ഒരു വീഡിയോഗ്രാഫർ ആക്കണം. വീണ്ടും ബദാം പരിചയപ്പെടുത്തി കൊടുക്കണം ഫാമിലി ഗ്രൂപ്പിൽ. ഇവിടെ ഒരാൾ പെണ്ണുങ്ങൾക്ക് വിളിച്ചങ്ങാണ്ട് കാട്ടി കൊടുക്കണം ലൈവായിട്ട്. ഹൈബ്രിഡ് റോസാണ് കേട്ടോ ഇതൊക്കെ. ഇത്രങ്ങാനും പോവല്ലേ. നമ്മളൊരു റോസിൻ്റെ കൊമ്പ് നാട്ടിൽ കൊണ്ടുപോയി കുത്തിയ അതിന്മേൽ ഒരു പൂവുണ്ടായി കിട്ടണമെന്നുള്ളൊരു പണി എത്രയാണ്. ഇവർക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പൂവുകൊണ്ട് ചെറിയും കളിയേക്കാരൻ നേരം വെളുത്ത. ഈ മൊട്ട് മുഴുവൻ നാളെ നേരം വെളുക്കുമ്പോൾ ഇതിന് പൂവാളാ ഉണ്ടോ. ഈ മൊട്ടുകൾ മുഴുവൻ നാളേക്കൊക്കെ മറ്റന്നാളായിട്ട് പൂവായി മാറും. എല്ലാത്തുമേലും, എല്ലാ ചെടിമേലും മൊട്ട്. ഞാനിത് ലൊക്കേഷനൊക്കെ ഇട്ടുകൊണ്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ റോസ് ഫാമിങ് എവിടെയെന്നൊന്ന് കാണാൻ വേണ്ടി. ഞാനിത് നമ്മളെ ജോർജ് കുളങ്ങര ചേട്ടൻ്റെ വീഡിയോയിൽ കണ്ടിരുന്നു ഒന്നാൾ. തായ്ഫിലെ റോസ് ഫാം, റോസ് വാട്ടർ ഉണ്ടാക്കുന്നതൊക്കെ നമ്മളെ ജോർജ് കുളങ്ങരൻ്റെ വീഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇങ്ങനെ കരുതിയതാ മറ്റേ തായ്ഫിൽ വരുമ്പോൾ അതൊന്ന് കാണണം എന്നുള്ളത്. ഏതായാലും അത് ഇന്ന് നമ്മളത് സഫലീകരിച്ചു. അപ്പോൾ ഞങ്ങളിഞ്ഞ് വിട പറയാണ്. ഞങ്ങൾക്ക് ഇനി മക്കത്തെത്തണം. പിന്നെ ഞങ്ങൾക്ക് എന്താ, ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ട്. ആ പള്ളി ഞങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. സെർച്ച് ചെയ്തുകൊണ്ട് കിട്ടുകയാണെങ്കിൽ ആ പള്ളി ഒന്ന് വിസിറ്റ് ചെയ്യണം. അത് റസൂലിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു മസ്ജിദാണ്. ആ മസ്ജിദും കൂടി കിട്ടുകയാണെങ്കിൽ അതും കൂടി വിസിറ്റ് ചെയ്തുകൊണ്ട് ചോര ഇറങ്ങണം. ഓക്കെ.